ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കിയാലോ. അതിന് ഞാനിവിടെ ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കാം. ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ചെറുതായിട്ട് അരിയാം. അത്ര ചെറുതായിട്ട് അരിയണ്ട കേട്ടാ, ഒരു മീഡിയം സൈസിൽ അരിഞ്ഞോ. എല്ലാവരും നൂഡിൽസ് ഉണ്ടാക്കലുണ്ടെങ്കിലും ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്, ഒരു വെറൈറ്റി നൂഡിൽസാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ ഉള്ളി അരിയാൻ നോക്കാം കേട്ടോ. ഒരു ഉള്ളി മുഴുവനായിട്ട് അരിഞ്ഞ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ സൈസ് കണ്ടത് ഇത്രയും വേണ്ടു കേട്ടോ ഉള്ളി അരിഞ്ഞിട്ട്. അതിനുശേഷം നമുക്ക് തക്കാളി എടുക്കാം. തക്കാളിയും ഒരു മീഡിയം സൈസിൽ അരിഞ്ഞോ. അങ്ങനെ തക്കാളി ഉള്ളിയെല്ലാം അരിഞ്ഞ ശേഷം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് പച്ചമുളക് എടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളും കൂടിയിട്ട് ഞാൻ പേസ്റ്റ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു 4-5 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലല്ല കേട്ടോ അരക്കുന്നത്, നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികം ആൾക്കും പിടിക്കലില്ല, അപ്പം ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. നിർബന്ധമില്ലാത്തൊരു കാര്യമാണിത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ ഇടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മണമുണ്ട്, അതെനിക്ക് പിന്നെ മൂക്കിലേക്ക് ഇടിച്ച് കയറും. ശരിക്കും അതിൻ്റെ മണമൊക്കെ ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനധികം എന്ത് റോസ്റ്റ് ആയാലും എന്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇത് ഇടിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു ചതച്ച് വെച്ചിട്ടുണ്ട്. പേസ്റ്റ് പോലെ ആവില്ലെങ്കിലും കുറച്ചൊരു ചതഞ്ഞാൽ മതി. അപ്പം നമുക്ക് അത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പി നൂഡിൽസ് എടുക്കാം കേട്ടോ. മാഗിനേക്കാളും എനിക്കിഷ്ടം ഈ ഇപ്പി നൂഡിൽസാണ്. ഇപ്പി ഇറങ്ങിയ ശേഷം ഞാൻ ഇത് മാത്രമേ കഴിക്കലുള്ളൂ കേട്ടോ. നല്ല മഴ പെയ്യുന്നത് കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ നൂഡിൽസ് ആക്കാമെന്ന് വിചാരിച്ചത്. മഴയത്തിന് നൂഡിൽസ് എല്ലാം ടേസ്റ്റ് ആണല്ലോ. അപ്പം ഞാൻ ഇപ്പീൻ്റെ കവറൊക്കെ മുറിച്ചിട്ട് ഇപ്പിയിലൊരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ആൾക്കാർ അധികം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പി കുറച്ച് അധികം വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിയ പേക്കാണ് വാങ്ങിയത്, 2 ഉള്ളത് 2 പേക്ക് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ 2 പാക്കറ്റും പൊട്ടിച്ചിട്ട് ഇപ്പിയെല്ലാം പാത്രത്തിലേക്ക് ഇട്ടു. ഒരു പാക്കിൽ തന്നെ 2 മസാല കിട്ടും കേട്ടോ. 2 ഉണ്ടായതുകൊണ്ട് തന്നെ 2 മസാല കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിന്. വെള്ളം ചെറുതായിട്ട് തിളക്കുമ്പം നമുക്ക് ഇപ്പി ഓരോന്നായിട്ട് ഇടാം. ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ചിട്ട് ഇട്ടേനെ കേട്ടോ ഇപ്പി. അത് വെള്ളത്തിൽ ഫുള്ള് കുതിരണം. അങ്ങനെ അത് വേവാൻ വെച്ചിട്ട് നമുക്ക് നേരെ നമ്മളെ മസാലയിലേക്ക് പോവാം. വീട്ടിൽ ഒരു ക്യാരറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതും കൂടി ഇപ്പിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വെജിറ്റബിൾസും ഇപ്പിയിലിടാം. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ വെജിറ്റബിൾസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാരറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം ഇടുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ വേവാൻ വെച്ച് ഇപ്പിനപ്പുറം നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ആരും ഇടലില്ലെങ്കിലും ഞാൻ ഇതിലേക്ക് അതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി കുറച്ചേ വേണ്ടു, എല്ലാം കുറച്ചേ വേണ്ടു. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ നൂഡിൽസിൽ ചിക്കൻ മസാല ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ആഡ് ചെയ്തത് ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. ശരിക്കും ഞാൻ ഈ ബ്രെഡും ബട്ടറിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റെസിപ്പീസെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ക്രഷ്ഡ് ചില്ലി ഇടലുണ്ട്. അപ്പോൾ അധികം ഇടണ്ട, എരിവ് കൂടും, അതുകൊണ്ട് കുറച്ചിടാം. അത് കഴിഞ്ഞ് ഞാൻ ആഡ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ, ഗരം മസാല. ഞാൻ അത്യാവശ്യം എല്ലാത്തിലും ഗരം മസാല ഉപയോഗിക്കലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ് മാത്രമല്ല അതിൻ്റെ സ്മെല്ലും നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പിയുടെ ഉള്ളിലുണ്ടായ മസാല പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യാം. 2 പാക്കറ്റിനും കൂടി എനിക്ക് 4 മസാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ പൊടികളെല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് ഇപ്പിയും ക്യാരറ്റും കൂടി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുക്കണം. ആദ്യം ഉള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. സാധാരണയായിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മാത്രമേ ഇടയുള്ളൂ, പിന്നെ മാഗിയുടെ മസാലയും മാത്രം. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് തന്നെ. ഉള്ളി ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റണം കേട്ടോ. അങ്ങനെ ഇത് 2 റെഡി ആകുമ്പോഴേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട ശേഷം ആദ്യം വഴറ്റാം. ഏകദേശം കുറച്ച് കളറ് മാറിയെന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരാനുണ്ട് കേട്ടോ. മസാലയുടെ കളറ് കുറച്ച് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാനതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഈ തക്കാളി ഉള്ളിയെല്ലാകുമ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നേരത്തെ ഉണ്ടാക്കി ഇപ്പി എടുത്തിട്ട് ഇതിലേക്കിടാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, കാരണം ആ മസാല ഫുള്ള് ഈ നൂഡിൽസിലാവണം, അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അടച്ചു വെച്ചാൽ നമ്മൾ ടേസ്റ്റി വെറൈറ്റി നൂഡിൽസ് ഇവിടെ റെഡിയായി. ആ അടച്ചു വെച്ച അടപ്പ് തുറക്കുമ്പോൾ വലിയൊരു മണം വരാനുണ്ട്.
നമുക്ക് ശരിക്കും ഒരു ചില്ലി ചിക്കനെല്ലാം തിന്നുന്ന പോലെ ആ ഒരു ടേസ്റ്റാണ് കിട്ടല് കേട്ടോ. നൂഡിൽസിൻ്റെ കളറും നല്ലൊരു കളറ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാം. എനിക്ക് മുട്ട ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുട്ട ആഡ് ചെയ്യാത്തത്. ഇനിയും വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇടാം, മുട്ടയും വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം. മല്ലിയിലയെല്ലാം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പറ്റുന്നവരെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.